ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. അതിലുള്ള സോഴ്സസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്താണ് സോഴ്സസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആണെന്ന് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇമ്പ്യൂരിറ്റീസ് എന്നറിയണം അല്ലേ. ആദ്യം നമുക്ക് എന്താണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് നോക്കാം. ദി ഇമ്പ്യൂരിറ്റീസ് ആർ ദി അൺവാണ്ടഡ് ഫോറിൻ സബ്സ്റ്റൻസസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദി ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ആൻഡ് മേക്സ് ഇറ്റ് ഇംപ്യൂർ. അതായത് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിൽ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോറിൻ സബ്സ്റ്റൻസസ് ആണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോറിൻ സബ്സ്റ്റൻസസിനെയാണ് എന്തെന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രോഡക്റ്റിനെ ഇംപ്യൂർ ആക്കുന്നുണ്ട്. അതിൻ്റെ പ്യൂരിറ്റീനെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഇംപ്യൂർ ആക്കുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ തന്നെ സോഴ്സസ് എന്താണെന്നും ടൈപ്സും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് സോഴ്സസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. ദി ഇമ്പ്യൂരിറ്റീസ് ഒബ്റ്റൈൻഡ് ഫ്രം വേരിയസ് സോഴ്സസ് വിച്ച് ആർ ഗിവൺ ബിലോ. ഫസ്റ്റ്, raw materials used in the manufacturing of drugs, manufacturing process, defects, accidental atmospheric contaminations, manufacturing hazards. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പ്യൂരിറ്റീസിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സോഴ്സസും എങ്ങനെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, റോ മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ദി ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദി റോ മെറ്റീരിയൽസ് വിച്ച് കണ്ടാമിനേറ്റ് ദി ഫൈനൽ പ്രോഡക്ട്സ്. അപ്പോൾ എന്താണ്, നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ അല്ല എങ്കിൽ എന്താണ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ. ഇതിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആദ്യമേ തന്നെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിലും എന്തുണ്ടാവാം, ഇമ്പ്യൂരിറ്റീസ് പ്രസൻ്റ് ആയിരിക്കാം. ആൻഡ് അങ്ങനെയായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് കണ്ടാമിനേറ്റ് ആവുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ആദ്യം എടുക്കുന്ന സ്റ്റാർട്ടിങ് മെറ്റീരിയൽസിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിലും ഇമ്പ്യൂരിറ്റി ഉണ്ടാകും. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രോഡക്റ്റിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസിൽ നിന്നും ഫ്രീ ആയിരിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിനെ അത് അഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് മാത്രം എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ റോ മെറ്റീരിയൽസിൽ ഇമ്പ്യൂരിറ്റീസ് കാരണം നമ്മുടെ പ്രോഡക്റ്റ് കണ്ടാമിനേറ്റ് ആകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് സോഡിയം ക്ലോറൈഡ്. നമ്മൾ സോഡിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് റോക്ക് സോൾട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ സ്മോൾ എമൗണ്ട് ആയിട്ടുള്ള കാൽഷ്യം സോൾട്ടും അതുപോലെ തന്നെ മെഗ്നീഷ്യം ക്ലോറൈഡും പ്രസൻ്റ് ആണ്. അപ്പോൾ എന്താണ്, അതിൽ കാൽഷ്യം സൾഫേറ്റും അതുപോലെ തന്നെ മെഗ്നീഷ്യം ക്ലോറൈഡും പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇതെന്താണ്, സോഡിയം ക്ലോറൈഡിൽ അത് കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഇമ്പ്യൂരിറ്റീസ് പ്രസൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് റോക്ക് സോൾട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ദി മാനുഫാക്ചറിങ് പ്രോസസ് മേ ഓൾസോ ഇൻട്രൊഡ്യൂസ് സം ഇമ്പ്യൂരിറ്റീസ് വിച്ച് ലീഡ്സ് ടു ദി കണ്ടാമിനേഷൻ ഓഫ് ദി ഫൈനൽ പ്രോഡക്ട്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മാനുഫാക്ചറിങ് പ്രോസസ്സ് വഴിയും ചില ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ മെറ്റീരിയലിലോട്ട് ഇൻട്രൊഡ്യൂസ് ആകാം. അതുപോലെ തന്നെ അതെന്ത് ചെയ്യാം, നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന റിയേജൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന റിയേജൻസ് ആണ്. അപ്പോൾ റിയേജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് പ്രസൻ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യാം, നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിനെ ഇംപ്യൂറായിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ റിയേജൻസോ അതല്ല എങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലോ എന്ത് തന്നെയായാലും നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിനെ അത് ഇമ്പ്യൂറായിട്ട് മാറ്റും. അതാണ് നമ്മളിവിടെയും പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന സോൾവെൻറ്റ്സ്. ദി സോൾവെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് പ്രോസസ് സംടൈംസ് കണ്ടെയ്ൻ ദി ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ്സിലെന്ന് പറയുന്നത് സംടൈംസ് ഇമ്പ്യൂരിറ്റീസ് പ്രസൻ്റ് ആയിരിക്കാം. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ടർ. അതായത് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ മിക്ക പ്രിപ്പറേഷൻസിലും നമ്മൾ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് നമ്മൾ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ ആണല്ലേ. അപ്പോൾ വാട്ടറിൽ നമുക്ക് കാൽഷ്യം അതുപോലെ തന്നെ മെഗ്നീഷ്യം സോഡിയം ഇങ്ങനത്തെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പ്രസൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്ക പ്രിപ്പറേഷൻസിലും നമ്മൾ
ഡീമിനറലൈസ്ഡ് വാട്ടറോ അതല്ല എങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്ത് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ടാപ്പ് വാട്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, നമ്മുടെ പ്രോഡക്റ്റ് കണ്ടാമിനേറ്റായി പോകാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ ചില നമ്മുടെ പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറയുന്നത് പല പ്രോസസ് ഓഫ് റിയാക്ഷൻസ് നടന്നിട്ടായിരിക്കാം സംഭവിക്കുന്നത്. അതായത് ചിലപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടണം എന്നില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ റിയാക്ഷൻ നടന്നിട്ടായിരിക്കാം നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. അങ്ങനെ ആയിരിക്കാം നമുക്ക് ചില പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന ഇൻ്റർമീഡിയറ്റ്സ്, അപ്പോൾ ആദ്യം നമ്മുടെ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ്സിൽ എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ദെൻ അത് റിയാക്ട് ചെയ്തിട്ട് ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറത്തില്ലേ. ആ സമയത്ത് നമ്മുടെ പ്രോഡക്റ്റിൽ എന്തുണ്ടാവാം, ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവാം. അതല്ല എങ്കിൽ നമ്മുടെ പ്യൂരിറ്റീനെ അഫക്റ്റ് ചെയ്യാം. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റിയാക്ഷൻ വെസൽ. അതായത് റിയാക്ഷൻ വെസൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ഇപ്പം പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഒരുപാടധികം കെമിക്കൽസ് യൂസ് ചെയ്യും. ഈ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ചില സമയത്ത് നമ്മുടെ വെസൽസുമായിട്ട്, നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെസൽസുമായിട്ട് റിയാക്ട് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പം വെസൽസ് എന്ന് പറയുന്നത് നമ്മൾ അലുമിനിയം, കോപ്പർ, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇങ്ങനത്തെ പല മെറ്റീരിയൽസ് കൊണ്ടായിരിക്കാം നമ്മുടെ വെസൽസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വെസൽസുമായിട്ട് നമ്മൾ എടുക്കുന്ന ചില കെമിക്കൽസ് റിയാക്ട് ചെയ്യാം. അങ്ങനെ റിയാക്ട് ചെയ്ത് ചില പ്രോഡക്ട്സ് ഫോം ചെയ്യും. ഇങ്ങനത്തെ പ്രോഡക്ട്സ് എന്താക്കാം, നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിനെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ വെൻ ദി ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ ദീസ് വെസൽസ്, സ്മോൾ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഓഫ് ദി മെറ്റൽസ് ആർ ലൈക്ലി ടു പ്രസൻറ്റ് ആൻഡ് കണ്ടാമിനേറ്റ്സ് ദി ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ വെസൽസിൽ നമ്മൾ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില തരത്തിലുള്ള മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് അതിൽ പ്രസൻറ്റ് ആവാനും നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിനെ അത് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് അനദർ സോഴ്സാണ്. അതായത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, എന്തെങ്കിലും ഇംപ്രോപ്പറായിട്ടുള്ള മിക്സിങ് കാരണമോ പ്രഷറിൻ്റെ ചേഞ്ചോ അല്ലെങ്കിൽ pH ചേഞ്ചോ, എന്തെങ്കിലും ഒരു ചേഞ്ച് കാരണം നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതോ, അതിനെയാണ് നമ്മൾ ഡിഫക്റ്റ് എന്നതുകൊണ്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മാനുഫാക്ചറിങ് ഹസാർഡ്സ് ആണ്. അതായത് മാനുഫാക്ചറിങ് ഹസാർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് ടൈമിൽ നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലും ഡേർട്ട് ആയിട്ടോ അതല്ലെങ്കിൽ മെറ്റാലിക് ഫ്രാഗ്മെൻറ്റ്സോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് മിക്സപ്പ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ചില സമയത്ത് നമ്മൾ ഇംപ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ അതിനെ വച്ചിരിക്കുന്നതെങ്കിൽ ചില സമയത്ത് ചില ഇൻസെക്ട്സ് കാരണമോ ആനിമൽസ് കാരണമൊക്കെയോ നമ്മുടെ പ്രോഡക്ട്സ് കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ടുള്ള, അതായത് കുഞ്ഞു പ്രാണികൾ കാരണമൊക്കെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കണ്ടാമിനേറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മാത്രവുമല്ല നമ്മുടെ മിക്ക ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് കണ്ടീഷൻസ് നമ്മൾ പറയാറുണ്ട്. ചിലതെന്ന് പറയുന്നത് നമ്മൾ മോയ്സ്ചർ കണ്ടീഷൻസിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചില പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര ടെമ്പറേച്ചർ പറയും, അതിൽ കൂടാനോ കുറയാനോ പാടില്ല. അതൊക്കെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്നും ഇംപ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് കണ്ടീഷൻസിൽ നമ്മൾ പ്രോഡക്ട്സിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാം, കണ്ടാമിനേഷൻ ഉണ്ടാവുക. അത് കാരണം എന്തെങ്കിലും നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് നടക്കുകയോ അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് കണ്ടീഷനിൽ ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റിന് മാറ്റം സംഭവിക്കാം. അങ്ങനെയും നമുക്ക് എന്ത് പറയാം, കണ്ടാമിനേഷൻ ഉണ്ടാകുന്നു എന്ന് പറയാം. എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫെറസ് സൾഫേറ്റ് നമ്മൾ മോയ്സ്ചർ എയറിലോട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയാക്ഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് ഫെറിക് സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഫെറിക് സൾഫേറ്റ് അവിടെ ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ വേറെ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു സോഴ്സാണ് അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ. അതായത് അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള മൈക്രോബ്സും അതുപോലെ തന്നെ ഗ്യാസസും എല്ലാം പ്രസൻ്റ് ആണ്. അപ്പോൾ
മെയിനായിട്ട് നമ്മൾ പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസസുമായിട്ടൊക്കെ നമ്മുടെ കോമ്പൗണ്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇഫക്ട്സ് ഒക്കെ ഉണ്ടാവാം. അതല്ലെങ്കിൽ അത് കാരണമായിട്ട് കണ്ടാമിനേഷൻ നടക്കാമെന്നാണ് പറയുന്നത്. ഗ്യാസസിന് എക്സാമ്പിളാണ് നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡൊക്കെ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് 3 ടൈപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ റെസിജ്വൽ സോൾവെൻറ്റ്സ് ഉണ്ട്. ഈ 3 ടൈപ്സ് ആണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസിൽ പറയുന്നത്. ഫസ്റ്റ് ഈസ് ദ ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്. ദ ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് arises during the manufacturing process or the storage of drug substances. അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ സമയത്തോ അതല്ല എങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സമയത്തോ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്, അതിനെയാണ് നമ്മൾ ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽസിലുണ്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ ബൈ പ്രോഡക്റ്റ്, ഇൻ്റർമീഡിയറ്റ്സ് എക്സെട്ര. ഇത് വഴിയിട്ടൊക്കെ നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകുന്നതിനെയാണ് നമുക്ക് ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ പക്ഷേ നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള നമ്മുടെ റിയേജൻസ്, ഹെവി മെറ്റൽസ്, ഇനോർഗാനിക് സോൾട്ട്, ചാർക്കോൾ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ കാരണം നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ഇതൊക്കെ കാരണം ഉണ്ടാവുന്ന ഇമ്പ്യൂരിറ്റീസിനാണ് നമ്മൾ ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇനോർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ഒരു കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് സിംപ്ലി നമുക്ക് ലിമിറ്റ് ടെസ്റ്റ് പെർഫോം ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് റെസിജ്വൽ സോൾവെൻറ്റ്സ് ആണ്. റെസിജ്വൽ സോൾവെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രിപ്പറേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ്സിൽ നിന്ന് ഉണ്ടാകുന്ന ചില ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ റെസിജ്വൽ സോൾവെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇഫക്ട്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. അതായത് ഇമ്പ്യൂരിറ്റീസ് കാരണം എന്തൊക്കെ ഇഫക്ട്സ് ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് മേ കോസസ് ദി ചേഞ്ച് ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസസ്. അപ്പോൾ സബ്സ്റ്റൻസസിൻ്റെ ഫിസിക്കലും അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസിനൊക്കെ എന്ത് വരാം, ചേഞ്ച് വരാം. അത് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അല്ലേ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൽ നിന്നും നമുക്ക് ടോക്സിക് ആയിട്ടുള്ളതോ അതല്ല എങ്കിൽ ഇഫക്റ്റ് കുറഞ്ഞ പ്രോഡക്റ്റൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇമ്പ്യൂരിറ്റീസ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ദ നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്, ഇറ്റ് കോസസ് ദി ടോക്സിക് ഇഫക്റ്റ്. അപ്പം നമുക്ക് ടോക്സിക് ഇഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിക്രീസസ് ദി ഷെൽഫ് ലൈഫ് ഓഫ് ദി പ്രോഡക്റ്റ്. അതായത് ഇത് കാരണം എന്ത് സംഭവിക്കാം, നമുക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റിനെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഷെൽഫ് ലൈഫ് കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോസസ് ദി ഇൻകോമ്പാറ്റബിലിറ്റി വിത്ത് അതർ സബ്സ്റ്റൻസസ്. അപ്പോൾ അതർ സബ്സ്റ്റൻസസുമായിട്ട് ഇൻകോമ്പാറ്റബിലിറ്റി, അതായത് ചേർച്ചയില്ലായ്മ ഉണ്ടാകാം. ഇമ്പ്യൂരിറ്റീസ് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ബാക്കിയുള്ള സബ്സ്റ്റൻസസുമായിട്ട് ചിലപ്പം ചേർച്ചയില്ലായ്മ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ അത് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇഫക്ട്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ലെക്ചറിങ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാണ്ട് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.